ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഗ്ലാസ് പെയിൻറ്റിങ്ങുമായിട്ടാണ്. മണൽ യൂസ് ചെയ്തിട്ട് ഗ്ലാസ് പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ മണൽ ഉപയോഗിച്ചിട്ട് ഇതുവരെ ആരും തന്നെ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്ത് കണ്ടിട്ടില്ല. എൻ്റേതായ ഒരു ഐഡിയയ്ക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു A4 ഷീറ്റിൻ്റെ അതേ വലിപ്പത്തിലുള്ള ഒരു ഗ്ലാസ് കട്ട് ചെയ്തതാണ്. ഇനി A4 ഷീറ്റിൽ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. നമ്മൾ ഗ്ലാസിൻ്റെ അടിഭാഗത്ത് ഈ പിക്ചർ വെച്ചതിന് ശേഷം ബ്ലാക്ക് ഔട്ട്ലൈനർ ഉപയോഗിച്ച് വരയ്ക്കുകയാണ്. അപ്പോൾ ഗ്ലാസ് കളർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ബ്ലാക്ക് ഔട്ട്ലൈനർ കിട്ടും. അപ്പോൾ വരച്ചതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് മണൽ നന്നായി അരിച്ചെടുത്തതാണ്. യെല്ലോ ഗ്ലാസ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ വരച്ച ഫിഷിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഭാഗം മാത്രമായിട്ട് ഇതുപോലെ കൊടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് മണലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പുറത്തേക്കൊന്നും പോകാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇനി അതിന് മുകളിലായിട്ട് ഒന്നുകൂടെ യെല്ലോ കളർ കൊടുക്കുകയാണ്. ഇനി റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഭാഗം മാത്രമായിട്ട് റെഡ് കളർ കൊടുക്കുക. അപ്പോൾ ഔട്ട്ലൈനറിൻ്റെ പുറത്ത് പോകാതെ ശ്രദ്ധിക്കണം. ഇനി അതിന് മുകളിൽ മണൽ ഇട്ട് കൊടുക്കുക. ഇനി മണലിന് മുകളിലായിട്ട് ഒന്നുകൂടെ റെഡ് കളർ കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കി ഭാഗം ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ഫിഷിനും അതേ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. ഈ വരച്ച പിക്ചറിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഉൾവശത്ത് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ആദ്യം ഗ്രീൻ കളർ കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഇതുപോലെ മണലിട്ട് കൊടുത്ത് മണലിന് മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടെ ആ ഗ്രീൻ കളർ കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കി ഭാഗവും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഇനി അടിഭാഗത്ത് കൊടുക്കാൻ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടിഭാഗത്ത് ഇതേ രീതിയിൽ എല്ലാ ഭാഗത്തും നന്നായി കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് മണലിട്ട് കൊടുക്കുക. അപ്പോൾ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒന്നുകൂടെ കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ അതേ രീതിയിൽ തന്നെ മുഴുവനായിട്ട് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇനി ഒരു ദിവസം ഇത് ഉണങ്ങാൻ വെക്കണം. അതിനുശേഷം മാത്രമേ ഫ്രെയിം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടിവശത്ത് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള ഫോയിൽ പേപ്പറിൻ്റെ നടുഭാഗമൊക്കെ കേട് വന്നിട്ടുണ്ട്. ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു പീസാണിത്. അപ്പോൾ ഈ ഫോയിൽ പേപ്പർ കൈകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മടക്കിയതിന് ശേഷം നിവർത്തുക. അപ്പോൾ ഒരുപാട് ചുളിവുകൾ ഉണ്ടാവും ഈ ഫോയിൽ പേപ്പറിൻ്റെ മുകളിലായിട്ട്. ഇനി കാർഡ്ബോർഡിന് മുകളിലായിട്ട് ഫോയിൽ പേപ്പർ ഒട്ടിക്കുക. അപ്പോൾ അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്ലാസ് അതിന് മുകളിൽ വെക്കുകയാണ്. ഇനി സൈഡിലായിട്ട് ഈ PVC സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 4 വശങ്ങളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 രീതിയിൽ ഫ്രെയിം ചെയ്യുന്നുണ്ട്. നമ്മൾ മണൽ വെച്ച് കളറ് കൊടുത്ത ഭാഗം മുകളിലേക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ഫ്രെയിം ചെയ്യുന്നത്. മണൽ പെട്ടെന്ന് അടർന്നു പോരുന്നില്ല, ഒരുപാട് കാലം കേടുകൂടാതിരിക്കും. അപ്പോൾ ഇതുപോലെ 4 വശങ്ങളിലായിട്ട് ഈ സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കോർണറിൽ കൊടുക്കാനുള്ള ടോപ്പാണ്. അപ്പോൾ ഇതുപോലെ 4 മൂലകളിലായിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു രീതിയിലും ഫ്രെയിം ചെയ്യുക. കളറ് കൊടുത്ത ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ PVC സ്റ്റിക്ക് ഉപയോഗിച്ച് 4 വശങ്ങളിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഫ്രെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതാണ് കൂടുതലായിട്ട് ഭംഗി കിട്ടണേ അതുപോലെ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.